ഇഷ്ടപ്പെട്ടു. കൊള്ളാം കേട്ടോ. ശനി ഒരു ഹാഫ് സാരി വൈബ്. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ഉച്ചിലെ തൊട്ടേ ആഭരണമൊക്കെ ഭയങ്കര ഒരു ഹരമാണ് ഇഷാനിക്ക്. എനിക്കൊന്നും അങ്ങനെയൊന്നുമില്ല. ഇത് എത്ര പവനുണ്ട് ശൈലജ? ഒരു 3 പവൻ കാണും. നന്നായിരിക്കുന്നു. ഈ കറുത്ത മണി ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതാ എന്റെ ഭംഗി. എനിക്ക് പിന്നെ ആഭരണങ്ങളെ പറ്റിയൊന്നും വലിയ പിടിയില്ല. താല്പര്യമില്ലാത്തോണ്ടാ. ഈ സ്വർണ്ണമാലകൾ കഴുത്തിൽ ഞാത്തിട്ട് നടക്കുന്നൊന്നും എനിക്ക് തീരെ ഇഷ്ടല്ല. ജ്വല്ലറി ഷോപ്പിൽ കിട്ടുന്ന ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? ചായ എടുക്കുന്നതിന് മുമ്പ് കൈ കാശുണ്ടല്ലോ അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? കാശില്ലാണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? എന്തെങ്കിലും കടം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് കടം പറഞ്ഞു കളഞ്ഞേക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് വരവെങ്കിൽ അത് നടപ്പില്ല. ഇന്ന് 1-ാം തീയതിയാണ്, കൈനീട്ടമാണ്. ഈ കൈനീട്ടത്തിന്റെ ഐശ്വര്യത്തിൽ വേണം ഈ കൊല്ലം മുഴുവൻ. എങ്കിൽ പറയണ്ടേ, നല്ല ബെസ്റ്റ് കൈനീട്ടല്ലേ ഞങ്ങളുടേത്. കടലാസേ, എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട, ഓരോ കുറ്റി പുട്ടും കൂടി പോരട്ടെ. ബാലകൃഷ്ണ, 2 കുറ്റി പുട്ടും കൂടി പോരട്ടെ. ഇപ്പൊ പിങ്ക് ആണ് ബെറ്റർ. റെഡിന്റെ കൂടെ നല്ല രസമായിരിക്കും. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു. I'm Mr. Kanappan, textile engineer from Delhi. Who is the owner of this factory? These instruments are dangerous for the people. I will never allow the people to work like this. I want to meet the manager right now. Can you let me know who the manager is? Hello, excuse me. What a stupid fellow. I don't. ഇനി എന്നെ കുറിച്ച് 2 വാക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണത്തിലേക്ക് കടക്കാം. നീ 2 വാക്ക്. ജിമ്മ് നിർത്ത്. അതെന്തിനാ? ജിമ്മ് നിർത്ത്, അത്രേ ഉള്ളൂ. ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ശരി, ഇനി കല്യാണത്തിനെ കുറിച്ച് 2 വാക്ക്. നാണമാണ്. അല്ല, കല്യാണത്തിനെ കുറിച്ച് 2 വരിയാവാം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ഇത്രയും പ്രായമായിട്ട് നാണം മാറിയില്ലല്ലോ. പോട്ടെ സാർ.